ഹായ് എവരിവൺ, അൽഫി ടെക് എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി കോഴ്സിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാവും. എല്ലാവരും തബ്നെയിൽ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കാം, പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ കോഴ്സ് എന്താണ്, ഈ കോഴ്സ് എങ്ങനെ അഡ്മിഷൻ എടുക്കാം, ഇതിൻ്റെ ഫീസ് എത്രയാണ്, ഇതെങ്ങനെ നമുക്ക് ഇതിലൂടെ സ്കോപ്പ് എത്രയുണ്ട്, ജോബ് വാക്കൻസീസ് എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ സാലറി എത്രയാണ്, പുറത്തുള്ള സാലറി എത്രയാണ്, സത്യം പറഞ്ഞാൽ ഈ കോഴ്സ് നല്ലൊരു കോഴ്സാണോ, അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ടാകും. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഈ കോഴ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, ഇതാണ് ഈ കോഴ്സിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. നമ്മൾ ഇത് പഠിച്ചൊരു ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജിസ്റ്റ്, ഇതായിരിക്കും നമ്മുടെ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിത് അനസ്തീഷ്യോളജിസ്റ്റ്, അതായത് അനസ്തീഷ്യ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്യുന്നതാണ് അനസ്തീഷ്യ ടെക്നോളജിസ്റ്റ് അല്ലെങ്കിൽ അനസ്തീഷ്യ ടെക്നീഷ്യൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് എങ്ങനെ അഡ്മിഷൻ എടുക്കാം? +2 കഴിഞ്ഞ സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്കായിരിക്കും ഇത് കൂടുതലും വാക്കൻസീസ്, അതായത് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത്. അതായത് VHSC ബയോളജിയൊക്കെയുള്ള അങ്ങനത്തെ ഉള്ള എന്താ പറയുക സബ്ജക്ട്സിനും ഈ അനസ്തീഷ്യ ടെക്നീഷ്യൻ കോഴ്സിലേക്ക് വരാൻ സാധിക്കുന്നതായിരിക്കും. കൊമേഴ്സ് എടുക്കുന്നവർക്കൊന്നും പ്രിഫറൻസ് കുറവായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് കൊമേഴ്സ് എടുക്കുന്നവരൊന്നും ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരായിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫീ വരുന്നത് അത് ഓരോ വർഷം അനുസരിച്ച് ഡിഫറൻസ് വരുന്നുണ്ട് ഓരോ കോളേജിനും. ഇപ്പോൾ എന്താ പറയുക, ഞാൻ പഠിച്ചിരുന്ന സമയത്തുള്ള ഫീസ് എന്ന് പറയുന്നത് 65,000 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയറിലുള്ള ഫീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയർ ഫീസ് എന്ന് പറയുന്നത് ഇതേപോലെ 65,000 എന്തായിരുന്നു. അതുപോലെ മെറിറ്റും മാനേജ്മെൻറ്റും തമ്മിലും ഫീസിന് ഡിഫറൻസ് ഉണ്ട്. മാനേജ്മെൻറ്റിന് അറിയാലോ, ഓരോ കോളേജസ് വാങ്ങുന്ന ഡൊണേഷൻ പ്ലസ് ഫീസാണ് വരുന്നത്. അപ്പോൾ ഫീസിൻ്റെ കാര്യങ്ങളിൽ ഡിഫറൻസ് വരുന്നത് ഓരോ വർഷം അനുസരിച്ച് ഡിഫറൻസ് വരുന്നത് കൊണ്ട് കറക്റ്റായിട്ട് നമുക്കൊരു കൺക്ലൂഷനിൽ അതിലേക്ക് എത്താൻ പറ്റത്തില്ല. നെക്സ്റ്റ്, ഇത് എങ്ങനെ അഡ്മിഷൻ എടുക്കാമെന്ന് വെച്ചാൽ LBS വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. എല്ലാവർക്കും LBSൻ്റെ കാര്യം അറിയായിരിക്കും. പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ചെയ്യുന്നത് LBSലാണ്. അപ്പോൾ എന്താ പറയുക, LBSൽ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതനുസരിച്ചായിരിക്കും മെറിറ്റിൽ നമുക്ക് സീറ്റ് ഉണ്ടാവുക. അത് SC ST OBC അങ്ങനത്തെ കാറ്റഗറീസിനൊക്കെ ആയിരിക്കും മുൻഗണന വരുന്നത്. അതൊക്കെ നിങ്ങളുടെ കാസ്റ്റും കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾ തന്നെ അന്വേഷിക്കുകയാണ് വേണ്ടത് കേട്ടോ. അതായത് അങ്ങനെ റിസർവേഷൻ ഉണ്ട്, അങ്ങനെയുള്ള സ്റ്റുഡൻസിന് റിസർവേഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ ജോബ് സ്കോപ്പ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കോഴ്സാണിത്. അതോടൊപ്പം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം, അതാണ് ഇതിലെ മെയിൻ പോയിന്റ്. നമ്മളിപ്പം ഇന്ന ആൾ പറഞ്ഞു ഇന്ന കോഴ്സ് നല്ലതാണെന്നും പറഞ്ഞ് ചെന്ന് ചേർന്നിട്ട് കാര്യമില്ല. നമുക്ക് ആ ഒരു കോഴ്സിനോടൊരു ഇഷ്ടം വേണം, ഇൻട്രസ്റ്റ് വേണം, കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഡെഡിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പഠിച്ചിറങ്ങാനും അത് കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഫോറെവർ നമുക്ക് ജോബ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്, എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു ഇന്ന കോഴ്സ് നല്ലതാണ് എന്നുള്ള രീതിയിൽ ചെന്ന് ഒരു കോഴ്സിനും, അതിപ്പം ഏത് കോഴ്സിനായാലും ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെന്ന് ചേരാൻ പാടില്ല. ഇനി ഇതിൻ്റെ സാലറി പാക്കേജിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും എബ്രോഡും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതോടൊപ്പം നാട്ടിലെ സാലറി നമുക്കറിയാമല്ലോ, നാട്ടിലെ സാലറി എന്ന് പറയുന്നത് ഏത് ജോബിനായാലും വളരെ കുറവായിരിക്കും. 20K ഒക്കെയാണ് ഓരോരുത്തരും മന്ത്ലി കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അതുപോലെ ഈ കോഴ്സിനും മന്ത്ലി, ഇപ്പോൾ നഴ്സിങ്ങിനായാൽ പോലും 20K ഒക്കെ തന്നെയാണ് ഇപ്പോഴും സാലറി പലർക്കും. എക്സ്പീരിയൻസ് അനുസരിച്ച് മാത്രമേ സാലറി ഇൻക്രിമെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് ഈ കോഴ്സിനല്ല ഏത് കോഴ്സിനായാലും ഇപ്പോൾ സാലറിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചായിരിക്കും സാലറി എന്ന് പറയുന്നത്. അതിപ്പോൾ നാട്ടിലൊരു 2 ഇയർ ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എബ്രോഡ് പോവാം. എബ്രോഡ് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ 1 മന്ത്
1 lakh 2 lakh ആ ഒരു ലെവലിലൊക്കെ സാലറി ഹൈക്ക് നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പം കോഴ്സ് വൈസ് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു കോഴ്സാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് വരുന്ന ഒരു മുൻകാര്യമായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇതിലേക്ക് ഞാൻ എങ്ങനെ വന്നു എന്നറിയാം. ഞാൻ അനസ്തേഷ്യ ടെക്നീഷ്യനാണ്, ഇവിടെ ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ വന്നു, എനിക്കെങ്ങനെ ഈ കോഴ്സ് ഇഷ്ടപ്പെട്ടു, ഞാൻ എങ്ങനെ ഇതിനകത്തേക്ക് കയറി, ദെൻ എൻ്റെ ഇപ്പോഴത്തെ സാലറി എങ്ങനെയാണ്, ഞാനിപ്പോൾ എങ്ങനെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു, അങ്ങനെയുള്ളൊരു കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കാം. നമ്മൾ ഒരാളുടെ എക്സ്പീരിയൻസ് കണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കോഴ്സിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ആദ്യം പറയാം. +2 ബയോമാത്സ് ആയിരുന്നു ഞാൻ. അപ്പോൾ ബയോമാത്സ് എടുത്തതിന് ശേഷം നമ്മൾ എന്തായാലും ഒരു കോഴ്സിലേക്ക് ചേരണം മുന്നോട്ട് പഠിത്തത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ പാരാമെഡിക്കൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ കയറണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പാരാമെഡിക്കൽ കോഴ്സിൽ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നീഷ്യൻ കോഴ്സ് എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ കോഴ്സ് എന്താണെന്ന് എനിക്ക് ആ സമയത്ത് അറിയത്തില്ല. ഞാൻ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും ഓരോരുത്തരടുത്ത് ചോദിക്കുകയും അങ്ങനെയൊക്കെ മനസ്സിലാക്കി കുറച്ച് വിവരങ്ങൾ മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ കോളേജിൽ പോയി. കോളേജിൽ എനിക്ക് ആ സമയത്ത് അഡ്മിഷൻ എടുക്കാൻ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ആ കോളേജിൽ തന്നെ ഉള്ള ഒരു എൻട്രൻസ് എക്സാമും ഉണ്ടായിരുന്നു. ഇത് രണ്ടും പാസ്സായവരെയാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കയറുന്നത് ഈ കോഴ്സിലേക്ക്. ഞാൻ എടുത്തത് ഡിപ്ലോമയാണ്, BSc അല്ല ഡിപ്ലോമ. ഡിപ്ലോമ എന്ന് പറയുമ്പം 2 year ആൻഡ് 6 month ഇൻറ്റേൺഷിപ്പ്, ഇങ്ങനെയാണ് കോഴ്സ് പീരീഡ് വരുന്നത്. അപ്പം 2 yearൽ നമുക്കൊരു 3 month മാത്രമേ ക്ലാസ്സിലിരുന്നുള്ള പഠിത്തം ഉണ്ടായിരുന്നു. ബാക്കി ഫുൾ പ്രാക്ടിക്കലായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഓരോ കേസും അറ്റൻഡ് ചെയ്ത് അങ്ങനെ സീനിയേഴ്സിൽ നിന്നും ബാക്കി സീനിയർ അനസ്തേഷ്യ ടെക്നീഷ്യൻസിൽ നിന്നും ഒക്കെയുള്ള അറിവ് നേടി കണ്ടും കേട്ടും ചെയ്തുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ BScക്കാരുടെയും ഡിപ്ലോമക്കാരുടെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, BScക്കാർ കൂടുതലും ക്ലാസ്സിലിരുന്നുള്ള പഠനമായിരിക്കും. അവർക്ക് കൂടുതലും തിയറീസ് നല്ലതുപോലെ അറിയായിരിക്കും. പക്ഷേ നമ്മളെന്ന് പറയുന്നത് എല്ലാം പ്രാക്ടിക്കൽ ബേസിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പോയാൽ പോലും ഡിപ്ലോമക്കാരെ കണ്ടാൽ ഇൻ്റർവ്യൂവറിന് മനസ്സിലാകും നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് ഉള്ള പരിചയമുള്ളവരാണ് ഡിപ്ലോമക്കാരെന്നും. BScക്കാർ പ്രാക്ടിക്കൽസ് അവർക്ക് കുറവായിരിക്കും. നമ്മളെ വെച്ച് എന്താ പറയുക, ഡിപ്ലോമക്കാരെ വെച്ച് നോക്കുമ്പം പ്രാക്ടിക്കൽസ് BScക്കാർക്ക് കുറവായിരിക്കും. അതനുസരിച്ചായിരിക്കും ഇൻ്റർവ്യൂവറിന് മനസ്സിലാകും ഇവർ പ്രാക്ടിക്കൽ കൂടുതൽ അറിയുന്നവരാണെന്നും BScക്കാർക്ക് പ്രാക്ടിക്കൽ നോളജ് കുറവാണെന്നുള്ളത്. പക്ഷേ BScക്കാർക്ക് നല്ല രീതിയിൽ തിയറി നോളജ് ഉണ്ട്. നമ്മുടെ എക്സാമിനെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കി, പിന്നെ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ് കാണും. നമുക്ക് മുന്നേ 3 month ക്ലാസ് ഞാൻ ആദ്യം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ആ ക്ലാസ്സിൽ നമുക്ക് അനാട്ടമി, ഫിസിയോളജി, ബയോമെഡിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരുന്നുണ്ടാവും. അതിൻ്റെ നോട്ട്സ് ഉണ്ടാവും. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതുന്നത്. വേക്കൻസിയുടെ കാര്യം എന്ന് പറയുന്നത്, ജോബ് സത്യം പറഞ്ഞാൽ നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെ കയറുന്നതാണ് കൂടുതലും നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് കിട്ടുന്നത്. അവിടെ ആകുമ്പോൾ എല്ലാ രീതിയിലുള്ള കേസസും ഉണ്ടാകും. അതായത് ENT കേസും ജനറൽ സർജറി കേസസും ഓർത്തോ അങ്ങനെ എന്താ പറയുക കാർഡിയക്ക് അങ്ങനെയുള്ള കേസസൊക്കെ ഉള്ള ഹോസ്പിറ്റൽസിലാണെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും. പഠിക്കുമ്പോഴും നിങ്ങൾ അങ്ങനത്തെ ഹോസ്പിറ്റൽസിൽ തന്നെ പഠിക്കാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനത്തെ ഹോസ്പിറ്റൽസിലായിരിക്കും മിക്കവാറും ഈ കോഴ്സസ് ഉണ്ടാവുക. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ളൊരു വറീഡ് അബൌട്ട് ആവേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടൈം ഞാൻ കയറിയ ഹോസ്പിറ്റലിൽ എൻ്റെ സാലറി എന്ന് പറയുന്നത് 8,000 rupees ആയിരുന്നു പെർ മന്ത്. അത് എന്താ പറയുക 6 month കഴിയുമ്പോൾ ഇൻക്രീസ് ചെയ്യും, അതേപോലെ 1 year കഴിയുമ്പോൾ ഇൻക്രീസ് ചെയ്യും, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ ഇപ്പോഴത്തെ എൻ്റെ സാലറി എന്ന് പറയുന്നത് 16,000 ആണ്. ഇത് ഓപ്പണായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളത് മനസ്സിലാക്കണം. നമ്മുടെ സാലറി ഇത്രയൊക്കെ ആയിരിക്കും എന്നുകൂടി കോഴ്സ് എടുക്കുന്ന സ്റ്റുഡൻസ് മനസ്സിലാക്കണം. ആദ്യമേ നമുക്ക് വലിയ ഹൈപ്പുള്ള സാലറി കിട്ടത്തില്ല. അതായത് നാട്ടിൽ നമുക്ക് അത്രയും കിട്ടത്തില്ല. അപ്പോൾ അതിനൊക്കെ എബ്രോഡ് പോകണം. എബ്രോഡ് പോകണമെങ്കിൽ നമുക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് വേണം. നാട്ടിലെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ 1-2 വർഷം നാട്ടിൽ ഈ ഒരു സാലറിയിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിപ്പം ഏത് കോഴ്സ് ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്.
അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെടുക്കാൻ പോകുന്ന സ്റ്റുഡൻസൊക്കെ ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ കോഴ്സിലേക്ക് ചേരാനായിട്ട്. കോഴ്സ് വൈസ് വളരെ നല്ല കോഴ്സ്. നമുക്ക് ഈ കോഴ്സ് വെച്ചിട്ട് മുന്നേറണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക തന്നെ വേണം. നമ്മുടെ നാട്ടിലെ നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് എടുത്ത് നമുക്ക് കാര്യങ്ങൾ പഠിക്കണം. കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വേണം എബ്രോഡ് പോയി വളരെ നല്ല രീതിയിൽ സെറ്റിലായിട്ട് ഹാപ്പി ആയിട്ട് ഈ കോഴ്സുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. എബ്രോഡൊക്കെ പോയി കഴിഞ്ഞാൽ പാരാമെഡിക്കൽ കോഴ്സിനൊക്കെ വളരെ നല്ല രീതിയിലുള്ള വാല്യൂ ആണുള്ളത്. നമ്മുടെ നാട്ടിലും വാല്യൂ ഉണ്ടെങ്കിലും സാലറി കുറവാണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സ് എടുക്കുന്നവരൊക്കെ ഈ കോഴ്സിനെ പറ്റി ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും റിപ്ലൈ തരും, അല്ലെങ്കിൽ ഇതിനകത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തിടും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ പറഞ്ഞോ. ഒരു പ്രോബ്ലവും ഇല്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ വീഡിയോ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിനി പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനോ ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.